അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രധാനപ്പെട്ട എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു മസാല പറയാൻ വേണ്ടി വന്നതാണ്. പ്രത്യേകിച്ച് സഹോദരിമാർ മനസ്സിലാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ആക്കിയതിന്റെ ശിക്ഷ നമുക്ക് ലഭിക്കും എന്ന് നിങ്ങൾ ഓർക്കണം. അതായത് ഒരു സ്ത്രീ അവളുടെ ഹൈദ് രക്തം മുറിഞ്ഞു കഴിഞ്ഞാൽ, ആർത്തവം നിന്നു കഴിഞ്ഞാൽ ഏത് നിസ്കാരമാണ് നിസ്കരിക്കേണ്ടത്? ഇന്ന് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈദ് രക്തം നിൽക്കുന്ന സമയത്ത് ഏത് നിസ്കാരമാണോ ഹാളറായിട്ടുള്ളത് ആ നിസ്കാരം മുതൽ അങ്ങോട്ട് നിസ്കരിക്കുകയാണ് ചെയ്യുന്നുള്ളത്. എന്നാൽ രണ്ട് സമയത്ത് ഹൈദ് രക്തം മുറിഞ്ഞു കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന് മുമ്പുള്ള നിസ്കാരവും കൂടെ നിങ്ങൾ നിസ്കരിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാ? അസ്ർ നിസ്കാരത്തിന്റെ വഖത്തിലാണ് ഒരു സ്ത്രീയുടെ ഹൈദ് രക്തം നിന്നത് എങ്കിൽ അവള് അസ്റും നിസ്കരിക്കണം, ളുഹ്റും നിസ്കരിക്കണം. ഇനി ഇശാഇന്റെ വഖത്തിലാണ് ഒരു സ്ത്രീയുടെ ഹൈദ് രക്തം നിന്നത് എങ്കിൽ അവള് ഇശാഉം നിസ്കരിക്കണം, മഗ്രിബും നിസ്കരിക്കണം. ഇത് വളരെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. സാധാരണ ളുഹ്ർ നിസ്കാരത്തിന്റെ സമയത്താണ് ഒരു സ്ത്രീയുടെ ഹൈദ് രക്തം നിന്നത് എങ്കിൽ അവള് കുളിച്ചിട്ട് ളുഹ്ർ മുതൽ അങ്ങോട്ട് നിസ്കരിച്ചാൽ മതി. മഗ്രിബിന്റെ സമയത്താണ് ഹൈദ് രക്തം നിന്നത് എങ്കിൽ കുളിച്ച് ഫ്രഷായിട്ട് മഗ്രിബ് മുതൽ അങ്ങോട്ട് നിസ്കരിച്ചാൽ മതി. സുബ്ഹി നിസ്കാരത്തിന്റെ വഖത്തിലാണ് ഹൈദ് രക്തം നിന്നത് എങ്കിൽ സുബ്ഹി മുതൽ അങ്ങോട്ട് നിസ്കരിച്ചാൽ മതി. ഈ രണ്ട് സമയമാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതായത് അസ്ർ നിസ്കാരത്തിന്റെ സമയത്തിലാണ് ഹൈദ് രക്തം മുറിഞ്ഞത് എങ്കിൽ അസ്റും ളുഹ്റും നിസ്കരിക്കണം. ഇശാഇന്റെ സമയത്തിലാണ് നിന്നത് എങ്കിൽ ഇശാഉം മഗ്രിബും നിസ്കരിക്കണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതായത് അസ്റിന്റെ വക്ത് എന്ന് പറയുന്നത് അത് അസ്റിന്റെ മാത്രം വക്തല്ല, അത് ളുഹ്റിന്റെയും കൂടെ വക്താണ്. ഇല്ല, അസ്റിന്റെ വക്തില് നമ്മൾ ളുഹ്ർ നിസ്കരിക്കാറില്ലേ? ഖളാ ആയിട്ടല്ല, അല്ലാതെ തന്നെ നിസ്കരിക്കാറില്ലേ? അതുപോലെ തന്നെ ഇശാഇന്റെ സമയത്ത് നമ്മൾ മഗ്രിബ് നിസ്കരിക്കാറില്ലേ? അതും ഖളാ ആവാതെ തന്നെ. അതെങ്ങനെയാ? മനസ്സിലായില്ലല്ലേ? ജംഅ് ചെയ്ത് നിസ്കരിക്കുന്ന ആളുകൾ, ഉദാഹരണത്തിന് 132 കിലോമീറ്ററുകൾക്കപ്പുറം യാത്ര ചെയ്യുന്ന ഹലാലായ യാത്രക്കാരന്റെ നിസ്കാരത്തിനെ മറ്റൊരു നിസ്കാരത്തിലേക്ക് ജംഅ് ചെയ്യുന്ന ഒരു മസലയില്ലേ? അപ്പോ ളുഹ്ർ നിസ്കാരത്തിന് അസ്ർ നിസ്കാരത്തിലേക്ക് ഒരാൾ പിന്തിച്ച് ജംഅ് ചെയ്താൽ ആ ആള് ളുഹ്ർ അസ്റിന്റെ സമയത്തല്ലേ നിസ്കരിക്കുന്നത്? അപ്പൊ അത് ളുഹ്റിന്റെയും കൂടെ സമയമല്ലേ? അങ്ങനെ ജംഅ് ചെയ്യപ്പെടുന്ന നിസ്കാരത്തിന്റെ സമയത്തിൽ ഹൈദ് രക്തം നിന്ന് കഴിഞ്ഞാൽ ആ മുമ്പുള്ള നിസ്കാരവും കൂടെ നിസ്കരിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യവും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു സ്ത്രീയുടെ ആർത്തവ രക്തം നിന്നു എന്ന് അവൾ മനസ്സിലാക്കുന്നത് ഏകദേശം മഗ്രിബോട് അടുത്ത സമയമാണ്. ചെറിയ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ മഗ്രിബ് ബാങ്ക് കൊടുക്കാൻ. അവള് ഹൈദ് രക്തം നിന്നു എന്ന് മനസ്സിലാക്കി അവൾ പോയി കുളിച്ചു വരുന്ന സമയത്തേനും മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞു. എന്നാൽ ഏതാണ് നിസ്കരിക്കേണ്ടത്? അവിടെ അസ്റും ളുഹ്റും നിസ്കരിക്കണം. മഗ്രിബിന്റെ സമയമായല്ലോ എന്ന് വിചാരിച്ചിട്ട് മഗ്രിബ് മുതൽ അങ്ങോട്ട് പോയാൽ പോരാ. കാരണം എന്താ? ഇവിടെ ഹൈദ് രക്തം നിന്നത് അസ്റിന്റെ വക്തിലാണ്, മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണ്. കുളിച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേനും മഗ്രിബ് ബാങ്ക് കൊടുത്തു എന്നുള്ളത് അവിടെ കാരണമല്ല. അസ്റിന്റെ വക്തിലാണ് നിന്നത് എന്നതുകൊണ്ട് അസ്റും ളുഹ്റും നിസ്കരിക്കണം. അതുപോലെ മഗ്രിബ് നിസ്കരിച്ച് അങ്ങോട്ട് തുടങ്ങണം. അതുപോലെ തന്നെ ഇശാഇന്റെ വഖത്തിന്റെ അവസാന സമയത്താണ് ഒരു സ്ത്രീ മനസ്സിലാക്കുന്നത് തന്റെ ആർത്തവം നിന്നിട്ടുണ്ട് എന്ന്. പക്ഷെ കുളിച്ചു വരുമ്പോഴത്തേനും സുബഹി ബാങ്ക് കൊടുത്താൽ അവിടെ ഇശാഉം നിസ്കരിക്കണം, മഗ്രിബും നിസ്കരിക്കണം. കാരണം ആ ആർത്തവം നിന്നത് ഇശാഇന്റെ വഖത്തിലായതുകൊണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് മസലകളാണ്. ഇത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ആക്കിയതിന്റെ ശിക്ഷ നമുക്ക് ലഭിക്കും. അല്ലാഹു തആല മസലകൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ ആളുകളും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.